പത്തനംതിട്ട അടൂർ നഗരസഭയിൽ കോൺഗ്രസ് തർക്കത്തിൽ സമവായം. റീന സാമുവൽ ആദ്യ 3 വർഷം അടൂർ നഗരസഭ അധ്യക്ഷയാകും. ഷിജോ കുര്യനുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ഷിജോ, ഈ വീതം വെപ്പിന് തയ്യാറല്ല എന്നായിരുന്നല്ലോ റീന സാമുവൽ ആദ്യം പറഞ്ഞത്. ഇപ്പോൾ നേതൃത്വത്തിന് വഴങ്ങുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ ഷിജോ? ഉന്മേഷ ആദ്യഘട്ടത്തിൽ കടുത്ത നിലപാടിലേക്കാണ് റീന സാമുവൽ പോയിരുന്നത്. ഈ വീതവെപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ താൻ രാജിവെക്കുമെന്നുള്ള കടുത്തൊരു നിലപാട് റീന സാമുവൽ സ്വീകരിച്ചിരുന്നു. 4 പേർക്ക് ഓരോ വർഷവും അങ്ങനെ 4 ടേമായിട്ട് വീതം വെക്കാമെന്നുള്ളതായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആദ്യത്തെ തീരുമാനം. അതിനെതിരെയാണ് റീന സാമുവൽ രംഗത്ത് വന്നത്. പിന്നീട് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, പഴകുളം മധു അടക്കമുള്ള ആളുകൾ കൂടി ചേർന്നുകൊണ്ട് ഒരു യോഗം ചേരുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനകത്താണ് ഇങ്ങനൊരു തീരുമാനം. ആദ്യത്തെ 3 വർഷത്തേക്ക് റീന സാമുവൽ അടൂർ നഗരസഭയുടെ അധ്യക്ഷയാകട്ടെ എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. പിന്നീടുള്ള 2 വർഷങ്ങളിൽ 2 പേർ കൂടി അധ്യക്ഷ പദവിയിലേക്ക് വരും. എന്തായാലും ഇത് സംബന്ധിച്ചുകൊണ്ട് ഉപാധികൾ ഇല്ലാതെയാണ് നിലവിൽ റീന സാമുവൽ 3 വർഷത്തെ നഗരസഭ അധ്യക്ഷയാകുന്നത്. എന്തായാലും ഈ ഒരു ചർച്ച സമവായത്തിലേക്ക് എത്തി എന്നുള്ളത് ആശ്വാസകരമാണ്. അതല്ല എങ്കിൽ താൻ രാജിവെച്ചുകൊണ്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ് റീന സാമുവൽ നൽകിയത്. പത്തനംതിട്ട നഗരസഭയിലും തിരുവല്ല നഗരസഭയിലും വലിയ കുഴപ്പങ്ങളില്ലാതെ കോൺഗ്രസിന് UDF-ന് അധ്യക്ഷയെ തീരുമാനിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ അടൂരിലേക്ക് വന്നപ്പോഴത്തേക്കാണ് ഈ വീതവെപ്പിൽ വലിയൊരു പ്രശ്നമുണ്ടായത്. അത് പരിഹരിക്കാൻ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം 3 വർഷം റീന സാമുവൽ നഗരസഭ അധ്യക്ഷയാകും. പിന്നീട് 2 വർഷം പുതിയ 2 ആളുകളെ കൂടി തീരുമാനിക്കാനും ധാരണയായിട്ടുണ്ട്. ഉന്മേഷ്. ശരി, ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.